ഈ പ്രൊഡക്റ്റിൻ്റെ വളരെ സർവ്വസാധാരണമായിട്ട് പറയുന്ന പേരാണ് മെറിഗോ റൗണ്ട്. പക്ഷേ ഇതിന് വേറെ ഒരു പേരും കൂടി ഉണ്ട്. ആ പേരാണ് കറൂസൽ. ഏകദേശം 12-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചരിത്രം തന്നെ ഈ മെറിഗോ റൗണ്ട് എന്ന പ്രൊഡക്റ്റിന് പറയാനുണ്ട്. പിൽക്കാലത്ത് ഒരു 12-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 16-ാം നൂറ്റാണ്ടൊക്കെ എത്തിയപ്പോഴാണ് ഇതിൽ ഈ കറൂസൽ എന്നുള്ള പേരും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. അതായത് ആ കാലഘട്ടം മുതൽ ഫ്രാൻസ്, ഇറ്റലി, US പോലത്തെ ഏരിയകളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് വന്നിരുന്നത്. പിന്നീട് ഏറെക്കുറെ ഒരു 1872 ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇതിനൊരു പാറ്റൻറ്റ്, അതായത് ഇലക്ട്രിക് കറൂസൽ എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ഒരു പാറ്റൻ്റ് ഒക്കെ എടുത്തത് US-ലാണെന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും റോങ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനവും ഇത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ സർക്കുലറായിട്ടുള്ളൊരു ഷേപ്പിലുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടാൽ അറിയാം ഇത് ഇവിടെയും ഇതിൻ്റെ ബാലൻസ് നോക്കിയിട്ട് ഈ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഇരിക്കേണ്ടിയിരുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് കംപ്ലയിൻറ്റ് ഞങ്ങളെ സാധനം പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആ സൈറ്റിലെ CCTV നമ്മൾ നോക്കുമ്പോൾ കാണാൻ എന്താ വെച്ചാൽ ഒരാൾ ഇവിടെയും ഒരാൾ ഇവിടെ ഇരിക്കും. സ്വാഭാവികമായിട്ടും ഒരേ സൈഡിൽ വെയിറ്റ് തോനെ വരുമ്പം ഇതിന് കംപ്ലയിൻറ്റ് വരും. അതാണ് ഇതിൽ ഈ സാധനം ഏറ്റവും റോങ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറയാനുള്ള ഒരു പ്രധാന റീസൺ അതാണ്. പക്ഷേ ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റും. ഇതിൻ്റെ ബാലൻസ് നോക്കി ഇരുന്നാൽ മതി. അതായത് ഇവിടെ ഒരാളും അവിടെ ഒരാളും, അതിന് പകരം ഇവിടെ ഇരിക്കും, രണ്ട് സൈഡിലും ഫ്രണ്ടും ബാക്കുമായിട്ട് ഇരിക്കും. അതോടുകൂടി ഇതിൻ്റെ ബാലൻസ് പോകും, അതിൻ്റെ സെൻറ്ററിലെ ഷാഫ്റ്റ് പൊട്ടും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇളകും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. പ്രോഡക്റ്റിൻ്റെ കംപ്ലയിൻ്റാണ് പലരും നമ്മളോട് പറയാറില്ല. ഓല തന്നെ പറയും കസ്റ്റമർ വന്ന് ഇരുന്ന് പൊട്ടിച്ചതാണ് കേട്ടോ, നമുക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ നമ്മളോട് ചോദിക്കലുള്ളൂ. നമ്മൾ അതിനനുസരിച്ചിട്ട് ആ വിഷയം കൈകാര്യം ചെയ്ത് കൊടുക്കലുണ്ട്.